കണ്ണൂർ കായലോട് SDPI വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതിൽ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കുകയാണ്. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. SDPI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും സുഹൃത്ത് റഹീസിന്റെ പരാതിയിലുമായി നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ള 5 പേരിൽ 3 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. സുനീർ, സക്രിയ എന്നീ മറ്റു 2 പ്രതികൾക്കായാണ് അന്വേഷണം. ഇവരെ കൂടാതെ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. ഇതിനിടയിൽ യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്ത് റഹീസാണെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് മാതാവ് പരാതിയിൽ ഉന്നയിച്ചത്. റസീനയുടെ സ്വർണവും പണവും ആൺ സുഹൃത്ത് തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല. യുവതിയുടെയും ആൺ സുഹൃത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി നൽകാൻ ഇടയായതെന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം SDPI പ്രവർത്തകരാണ്. മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിലാകാം പരാതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിനിടയിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ.